എടാ, ഞാനും നിന്റെ സരോജാക്കയെ കൊല്ലാനും പോകുന്നു. നീ അവളെ പാർത്തായില്ലയാ? എന്നെ വിട്ടിട്ട് പോകാൻ കറുത്തമ്മയ്ക്ക് സാധിക്കുമോ? കറുത്തമ്മേ, We've known each other many years, but this is the first time you ever came to me for counsel, for help. No, that's confusing. He's dead. I'm invincible. Well, Jesus. And though I can hide, and of course. ലോകത്ത് സിനിമ ഉണ്ടായ കാലം മുതൽ തന്നെയുള്ള ഒരു ചർച്ചയാണ് സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ച്. അത് പലപ്പോഴും വായനയിൽ നിന്നുണ്ടാകുന്ന ഭാവനയെ തടയുന്നു എന്നുള്ളൊരു വാദം നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെയല്ല, അത് നമ്മുടെ ഭാവനയ്ക്ക് കൂടുതൽ നിറം പകരുകയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ലോക സാഹിത്യം ലോക സിനിമയും പരിശോധിച്ചാൽ നിശ്ചയമായിട്ടും രണ്ടാമത്തെ വാദത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം വളരെ നാടകീയമായിരുന്ന സിനിമ എന്ന് പറയുന്ന ഒന്നിനെ, അല്ലെങ്കിൽ നാടകത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമായിരുന്ന സിനിമയെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ജീവനുള്ളതാക്കി തീർത്തത്, ജീവിതത്തോടടുപ്പിച്ചത്, ക്ലാസിക് രൂപം നൽകിയതൊക്കെ സാഹിത്യ രൂപങ്ങൾ സിനിമയിലേക്ക് വന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ സാഹിത്യം സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയതോടുകൂടിയാണ് എന്നത്. ശലമോൻ്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. ഇപ്പോൾ മലയാള സിനിമ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അതിനു മുമ്പുള്ള, അതായത് സാഹിത്യം അല്ലെങ്കിൽ നോവലുകൾ, കഥകൾ അതേ രൂപത്തിൽ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു കാലമെന്ന് പറയുന്നത് ഏറെക്കുറെ ഏതാണ്ട് ഒരു നാടകത്തിൻ്റെ സ്വരൂപം, സ്റ്റേജിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുന്ന ഒന്ന് മാത്രമായിരുന്നു സിനിമ. ആദ്യകാല സിനിമകൾ, മലയാള സിനിമകൾ മിക്കവാറും നാടകത്തിൻ്റെ ഒരു സ്ക്രീൻ പെർഫോമൻസ് മാത്രം പാടി അഭിനയിക്കുകയും ഡയലോഗ് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാടകം ഷൂട്ട് ചെയ്യുന്നു. നാടകം എന്നുള്ളതിൻ്റെ സ്ക്രീൻ അവസ്ഥ എന്നുള്ളതിൽ നിന്ന് സിനിമയെ സിനിമ എന്നുള്ളൊരു കലാരൂപമാക്കി മാറ്റിയതിൽ ക്ലാസിക് നോവലുകൾ മലയാളത്തിൽ സിനിമയാക്കിയത് ഒരു ഘടകമാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ചെമ്മീനിൽ തന്നെയായിരിക്കും പറയുക എന്ന് എനിക്ക് തോന്നുന്നു. ചെമ്മീൻ തുടങ്ങി ഇങ്ങ് അവസാനം ബഷീറിൻ്റെ മതിലുകൾ ഉൾപ്പെടെയുള്ള എത്രയോ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ കൃതികൾ പിന്നീട് സിനിമയിലും അതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. ചെമ്മീൻ സിനിമയാകുന്നതിനെ പറ്റി അന്ന് തകഴിയോട് പത്രക്കാർ ചോദിച്ചു, സിനിമയാകുന്നതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവൾ ഭർത്താവുമായി കഴിയുന്ന മുറിയിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കാറില്ല എന്നാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ അവൻ്റെ കൃതിയെ സിനിമയാക്കാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായിട്ടും സംവിധായകൻ്റെ കല എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ സംവിധായകൻ ഒരു മാസ്റ്റർ സംവിധായകനായിരുന്നുകൊണ്ട് ആ സിനിമ നോവലിനെ പോലെയോ നോവലിനെക്കാട്ടിലോ വളർന്നു. ആരെങ്കിലും ആ കൊച്ചിനെ കണ്ട? ഞാൻ കണ്ട്. എങ്ങനെ ഇരിക്കണ്? എന്താ ആ മേത്ത ചെറുക്കനെ വാർത്തു വെച്ചിരിക്കണ്. ആ കണ്ണും ആ മൂക്കും. വായനക്കാരൻ ഓരോരുത്തരും ഒരു നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ അയാളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അയാളുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അയാളൊരു വിഷ്വൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ അത് നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ കാണുന്നതല്ല, സംവിധായകൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി അതിനകത്തുണ്ടാവുകയും സംവിധായകൻ്റേതായ ഒരു വ്യാഖ്യാനം അതിന് നൽകുകയും അതിനെ നമ്മൾ ഓരോരുത്തരും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി നമുക്ക് വേറൊരു ദൃശ്യഭാഷ കാണിച്ചു തരികയുമാണ് യഥാർത്ഥത്തിൽ ഈ ചെമ്മീൻ മുതൽ ഇങ്ങ് നമ്മൾ ഭാസ്കര പട്ടേലർ വരെയുള്ള കൃതികൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പം അടൂരിനെ പോലെ ഒരാൾ സക്കറിയയുടെ ഒരു കൃതിയെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വായിച്ച ഒന്നേ അല്ല യഥാർത്ഥത്തിൽ സംവിധായകൻ നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റേതായ ഒരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് അതിന് പുതിയൊരു ദൃശ്യ ഭാഷ്യം നൽകിക്കൊണ്ട് ഓരോ കഥാപാത്രത്തിനും പുതിയ സ്വഭാവ സവിശേഷതകൾ കൂടുതൽ ആഴത്തിൽ നൽകിക്കൊണ്ട് സിനിമയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ഓഹോ, ചെറുപ്പവാ? 10-25. അത് സോറി.
കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ സുന്ദരിച്ചിയാണോടാ? ആയിരിക്കും. നോവലിന് എല്ലാ കാലത്തും നോവലിൻ്റേതായ ഒരു അസ്തിത്വവും ഭാവനാ സാധ്യതയും വ്യാഖ്യാന സാധ്യതയും ഒക്കെയുണ്ട്. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോൾ അത് ഒരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയിലൂടെ അതിന് മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഒരു വലിയ സാധ്യതയെ ഞാൻ എല്ലാ കാലത്തും കാണുകയും ഗുണപരമായി ഞാനതിനെ കാണുകയൊക്കെ ചെയ്യുന്ന കാര്യം. നമ്മൾ എഴുത്തുകാരൻ ഒരിടത്ത് മാത്രം നിന്ന് ഒരു നോവലിൽ കഥ പറയുമ്പോൾ മറ്റേടത്ത് സംവിധായകനുണ്ട്, നടനുണ്ട്, ഛായാഗ്രാഹകനുണ്ട്, സംഗീത സംവിധായകനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടി കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയിലൂടെ ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിർവചിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം വെള്ളവും നീരാവിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് സിനിമയും നോവലും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ്. നോവൽ വെള്ളമാണെങ്കിൽ നീരാവിയാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല, പക്ഷേ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ നോവലിൽ നിന്നുള്ള ചില ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമ മറ്റൊരു രൂപം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഒരു സിനിമ ഏറ്റവും മനോഹരമാവുന്നത്. അല്ലാതെ നമ്മൾ ആ നോവലിനെ അതുപോലെ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും സിനിമകൾ പരാജയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മികച്ച ഉദാഹരണമാണ് പത്മരാജൻ. അദ്ദേഹം ഒരേ സമയം കഥയും എഴുതിയിട്ടുണ്ട്, നോവലും എഴുതിയിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽ ഭാഷയിൽ നിൽക്കുമ്പോൾ, സാഹിത്യ ഭാഷയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് സിനിമ ഭാഷയാണ്. പെരുവഴിയമ്പഴം എന്ന് പറയുന്ന പുസ്തകമല്ല ആ സിനിമ. അതുപോലെ അദ്ദേഹത്തിന് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു നോക്കിയാൽ ആ ഭാഷയുടെ വ്യത്യാസം അറിയാവുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. അതെന്താ ഇതേവരെ ഒറ്റയാളോടും പ്രേമം തോന്നാഞ്ഞത്? പറഞ്ഞ കള്ളമല്ലേ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെന്താ കാരണം? അതെനിക്കിപ്പോ എങ്ങനെ അറിയാം? ഞാൻ കണ്ട ചെക്കന്മാർക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്കാ യോഗ്യത ഉണ്ടാവോ? സിനിമ എന്ന് പറയുന്ന സ്ക്രീനിൽ നമ്മൾ ഒരു പ്രേക്ഷകൻ കാണാൻ തുടങ്ങുന്ന ആദ്യത്തെ സെക്കൻഡ് മുതൽ ശുഭം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ലാസ്റ്റ് സെക്കൻഡ് വരെ ഇതൊരു ടോട്ടലി ഒരു വിഷ്വലാണ്, വിഷ്വൽ ലാംഗ്വേജ്, ദൃശ്യഭാഷ. പക്ഷേ നോവലിൽ നമുക്കല്ലേ കഥയിൽ അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് കുറച്ച് ചിന്തകൾ അവതരിപ്പിക്കാം, ഫിലോസഫി അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോക വീക്ഷണം, നമ്മുടെ എഴുത്തുകാരൻ്റെ ലോകവീക്ഷണം പറയാം. പക്ഷേ സിനിമയിൽ സംവിധായകൻ്റെ ലോകവീക്ഷണം എന്ന് പറയാൻ യാതൊരു സ്കോപ്പും ഇല്ല. അത് പ്രേക്ഷകൻ്റെ ഒരു സെക്കൻഡ് പോലും വേറൊരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പക്ഷേ മറ്റേതിലത് പറ്റും. സിനിമയാകുമ്പോൾ എപ്പോഴും മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സീൻ ബൈ സീൻ പ്രധാനപ്പെട്ട സംഭവപരമായിട്ട് മുന്നോട്ട് പോകണം. അതെ. അപ്പോൾ ആ സാധ്യതയെല്ലാം ഒരുപക്ഷെ സിനിമയിൽ ഉപയോഗിക്കാൻ ഈ മികവുറ്റ കുറേ സാങ്കേതിക പ്രവർത്തകരുടെ, കലാകാരന്മാരുടെ സാധ്യതയാൽ കഴിയുന്നു എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ച് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു കഥ സിനിമയാവുന്നു. എനിക്ക് തോന്നുന്നത് ഈ റീടെല്ലിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് പൊതുവെ ഭയങ്കരമായി ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മൾ പഴയകാലം മുതൽ തന്നെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇപ്പം മഹാഭാരതം സീരിയൽ വന്നപ്പോൾ ആൾക്കാർ എത്ര ഇതോടുകൂടിയാണ് കണ്ടതല്ല. അതിൽ കണ്ടതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരുപക്ഷെ മഹാഭാരത കഥയെല്ലാം ഏകദേശമൊക്കെ പല വിധത്തിൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് പുതിയതായി പറയുന്നത്, ഏത് തരത്തിലാണ് ഇത് ആവിഷ്കരിക്കുന്നത് എന്ന് കേൾക്കാനുള്ള, അറിയാനുള്ള ഒരു താല്പര്യം എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് എഴുതപ്പെട്ട ഒരു കഥ പിന്നീട് പറയുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു കുഴപ്പമല്ല. അത് ആൾക്കാർ കൂടുതൽ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒരുപക്ഷെ ഉണ്ടാവുന്നത് ടി.പി. രാജീവൻ്റെ പാലേരി മാണിക്യം എന്ന് പറഞ്ഞ ആ നോവലിൽ നിന്നായിരിക്കും. അതെ, അതിൽ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിൽ സജീവമായി നിന്നിരുന്ന ഒരു പിടി ചെറുപ്പക്കാർ, ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ നമ്മളെ പോലുള്ളവർ ആണെങ്കിൽ സിനിമയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു, തിരക്കഥാകൃത്തുക്കളായി എന്നുള്ളതാണ്. അതിനകത്ത് സന്തോഷ് ചിക്കാനത്തിൽ നിന്ന് തുടങ്ങുന്നു, ഉണ്ണിയാർ വരുന്നു, ഇന്ദുഗോപൻ വരുന്നു, പി.ബി. ഷാജികുമാർ വരുന്നു, എം മുകുന്ദൻ്റെ ചില കഥകൾ ആവുന്നു. ഇപ്പോൾ മഹാവീര്യർ എന്ന് പറയുന്ന കഥ പോലും എം മുകുന്ദൻ്റെ ഒരു കഥയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇവരൊക്കെ വന്നതോടുകൂടി വീണ്ടും സാഹിത്യത്തിൽ നിന്നുള്ള രചനകൾ
സിനിമയിലേക്ക് വരാമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും അത് ജനപ്രീതിയാവുകയും നമ്മുടെ സിനിമയ്ക്ക് വളരെ ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബിന്ദുഗോപൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിലായത്ത് ബുദ്ധ വന്നു, തെക്കൻ തല്ല് കേസ് വരുന്നു, കാപ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ശംഖുമുഖി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പോലും സിനിമയാക്കാനുള്ള ചില സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ M3 മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വരാൻ പോകുന്നു, MTയുടെ 2ാം ഊഴം വരാൻ പോകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങനെ കുറേ കാലമായി ഉറങ്ങിക്കിടന്നിരുന്ന ആ ബന്ധം തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഘട്ടത്തിൽ വേറൊരു ഒരു വളരെ വ്യക്തിപരമായിട്ട് സന്തോഷമുള്ള മറ്റൊരു സംഗതി, ആടുജീവിതം എന്ന നോവലിൻ്റെ സിനിമാ രൂപം അടുത്ത് പുറത്തു വരും എന്നും കേൾക്കുന്നു. ഞാനൊരു തമാശ ചോദിക്കട്ടെ. ഈ തകഴിയോട് പത്രക്കാർ ചോദിച്ച അതേ ചോദ്യം, ആടുജീവിതം സിനിമയാക്കുന്നതിനെ പറ്റി എന്താണ് ബെന്യാമിൻ്റെ അഭിപ്രായം? അല്ല, സിനിമയാക്കാൻ പൂർണ്ണമായും സമ്മതമായതുകൊണ്ടാണല്ലോ ഞാനതിന് സമ്മതം കൊടുത്തത്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ട് ഞാൻ ഒഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ തകഴി പറഞ്ഞതുപോലെ ഒളിഞ്ഞു നോക്കേണ്ട ഗതികേടെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ പോലെ അങ്ങനെ സമ്പൂർണ്ണമായും സംവിധായകന് വിട്ടു കൊടുക്കുന്നതിനുപരിയായി എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആ സിനിമയോടൊപ്പം ഏറെക്കാലം നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ തിരക്കഥ ഞാനല്ല എഴുതിയെങ്കിൽ പോലും, ബ്ലിസ്സാറാണ് എഴുതിയെങ്കിൽ പോലും ആ തിരക്കഥ വായിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ടായി. അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ സാർ അത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഉണ്ടാകുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഴിയാവുന്ന ഇടത്തൊക്കെ അവിടെ പോയി എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. 2009 ഞാനും ബ്ലിസ്സാറും തമ്മിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു സാധ്യത ആരായുകയും ഞങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തുകയും ചെയ്യുന്നത്. പിന്നീട് ദീർഘമായ ഒരു കാത്തിരിപ്പുണ്ടായി. അപ്പോൾ എന്നോട് സിനിമയിൽ തന്നെയുള്ള പലരും പറയുകയുണ്ടായി പിൻകാലത്ത്, നിങ്ങളത് സമ്മതിക്കണം, കാരണം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. വേണമെങ്കിൽ പാതി വഴിയിൽ വെച്ച് 2 പേർക്ക് ഒരാൾക്ക് ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു, പറ്റില്ല, നിങ്ങൾ ഇനി സിനിമ ചെയ്യില്ല എന്ന് പക്ഷേ എനിക്കോ അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നില്ല എന്ന് സാറിനോ തോന്നാമായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്വപ്നം പോലെ അത് കൊണ്ടു നടക്കുകയും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ കാത്തിരിപ്പിന് നിശ്ചയമായിട്ടും ഫലമുണ്ടാവും എന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. തീർച്ചയായിട്ടും അനേകം പ്രതിസന്ധികൾ കടന്നാണ് ഈ സിനിമ നമ്മൾ വന്നിട്ടുള്ളത്. ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് കോവിഡ് ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു. ലൊക്കേഷനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടാതെ നമ്മൾ പലയിടത്ത് അലഞ്ഞു തിരിഞ്ഞ് അവസാനം കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരുന്നു. പക്ഷേ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ആ നോവൽ യഥാർത്ഥത്തിൽ എങ്ങനെ സിനിമയാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ അലഞ്ഞു നടക്കാൻ സന്നദ്ധനായ ഒരു ഡയറക്ടർ അതിനുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഏതൊരാളായാലും, ബ്ലിസ്സാർ അല്ലാതെ വേറൊരു ഏതൊരാളായിരുന്നേലും അത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് വേണ്ട, ഇതിനി നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോകാവുന്നത്ര തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴൊക്കെയും ഞാൻ 2009 ബ്ലിസ്സാറിൽ കണ്ട ആ തീഷ്ണത, ആ സിനിമയോടുള്ള തീഷ്ണത, ആ വിഷയത്തോടുള്ള തീഷ്ണത, ഇത് സിനിമയായാൽ അതൊരു പ്രത്യേക അനുഭവമായിരിക്കുമെന്ന് അദ്ദേഹം തൻ്റെ കണ്ണുകൊണ്ട് പറഞ്ഞ കാര്യം ഞാൻ ഈ യാത്രയിലുടനീളം കാണുകയായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞാനതിനെ വിടില്ല എന്നുള്ള ഒരു സന്നദ്ധതയോടുകൂടി അദ്ദേഹം തൻ്റെ ശരീരം, ആരോഗ്യവും ഒന്നും നോക്കാതെ അതിൻ്റെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് എനിക്ക് ഒരു നോവലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ്. സാറിൻ്റെ ഈ സ്വപ്നത്തെ അതേപോലെ പിന്തുടരുന്ന ഒരു കൂട്ടം കലാകാരന്മാർ കൂടി സാറിന് കിട്ടി എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ സിനിമയുടെയും ഈ പുസ്തകത്തിൻ്റെയും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന മറ്റൊരു കാര്യം. കാരണം പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ തൻ്റെ ജീവിതത്തിലെ ഇത്രയധികം വർഷങ്ങൾ ഇതിനുവേണ്ടി സമർപ്പിച്ച്, തൻ്റെ ശരീരം ഉൾപ്പെടെ അതിനുവേണ്ടി വെയിറ്റിൽ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നു. എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സാങ്കേതിക പ്രവർത്തകരായിട്ടുള്ള സുനിൽ എന്ന് പറഞ്ഞ ഛായാഗ്രഹകൻ, ശ്രീകർ പ്രസാദിനെ പോലെയുള്ള എഡിറ്റർ, റഹ്മാനെ പോലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ നമ്മളോടൊപ്പം, റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഒരു ശബ്ദ സംയോജകൻ ഉണ്ടാകുന്നു, റഫീഖ് അഹമ്മദിനെ പോലെയുള്ള ഒരു കവി നമ്മുടെ കൂടെ സഹകരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഭാഗ്യം ചെയ്ത ഒരു സിനിമയും നോവലുമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആ പ്രതിസന്ധികൾ പലതുണ്ടായപ്പോഴും ഇത്തരത്തിലുള്ള അനുകൂലമായ ധാരാളം ഘടകങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസം, സന്തോഷമാണ് ഒരുപക്ഷെ ഈ നിമിഷത്തിൽ ഉണ്ടാകുന്നത്.
പറയുന്നത് സാറിനെ പോലെ പ്രേക്ഷകരെ പോലെ ഞാനും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സിനിമ നമ്മുടെ നോവൽ ദൃശ്യഭാഷയിൽ ബ്ലസ്സി സാറിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി എങ്ങനെ കാണാം എന്നുള്ളതാണ് ഞാനും കാത്തിരിക്കുന്നത്. Subhan